തീർന്നില്ല, പിന്നെയും അവിടുന്ന് മറ്റൊരു ഭാഗത്തിലൂടെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? പരിചയപ്പെടുത്തുകയാ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, മരണമില്ലാതെ ജീവിക്കുന്നവനിൽ കാര്യങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്, മരണമില്ലാത്ത ജീവിച്ചിരിക്കുന്നവനിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ നബിതങ്ങളോട്, തങ്ങളുടെ ഉമ്മത്തിയങ്ങളോട് പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് കൽപ്പിക്കുകയാ. തീർന്നില്ല, പിന്നെയും അല്ലാഹു പറയുകയാ, വസബ്ബിഹ് ബിഹംദിഹി, അതിനാൽ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയൂ നബിയേ. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ, തന്റെ സൃഷ്ടികളുടെ മുഴുവൻ പാപങ്ങളെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്ന റബ്ബ് തന്നെ മതി ഭരമേൽപ്പിക്കാൻ എന്ന് പറയൂ നബിയേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്തേ? ജീവൻ മരണമില്ലാത്ത റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. കാരണം എന്തേ? സൃഷ്ടികളുടെ എല്ലാ പാപത്തെക്കുറിച്ചും മുഴുവനും അതിനെക്കുറിച്ച് അറിയാവുന്ന റബ്ബ് തന്നെ മതി നമുക്ക് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയൂ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നബിതങ്ങളോട് പറയുകയാ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഇങ്ങനെ പല വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നാം നമ്മുടെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുക. എന്തിനേറെ പറയണം മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പ്രവാചകന്മാര് പോലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസ ദുഃഖത്തിന്റെ രംഗത്തും സന്ദർഭത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരായിരുന്നു. കേട്ടോളിൻ, എല്ലാ പ്രവാചകന്മാര് പോലും എന്തേ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരുന്നു അവര്. കേട്ടോളിൻ, അതിനുള്ള തെളിവുകൾ കേട്ടോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായപ്പോ മഹാനായ നൂഹ് നബി അലൈഹി വസലാം ഉണ്ടല്ലോ, അവിടുന്ന് എത്രയോ വർഷം ദീനീ പ്രബോധനം നടത്തുകയാ. ധിക്കാരികളായ മനുഷ്യന്മാരല്ലാതെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ ഉണ്ടായില്ല. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതകൾക്ക് അല്ലാഹു വലിയൊരു അദാബ് നൽകുകയാ. അങ്ങനെയുണ്ടല്ലോ, അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുഅ്മിനീങ്ങളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. എന്തിന്റെ പേരിലാണ് സംരക്ഷിച്ചതെന്നറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, അല്ലാഹുവിനോട് ഭരമേൽപ്പിച്ചതിന്റെ കാരണത്താലാണ് ആ ജലപ്രളയത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെയും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു സംരക്ഷിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്.